ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അയലമീൻ വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ അയലമീൻ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതിന് വ്യത്യാസമായിട്ട് നല്ല കുരുമുളകൊക്കെ ഇട്ട് നല്ല വറ്റിച്ച് വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. എപ്പോഴും നമ്മൾ വീട്ടിലുണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് മാത്രം മതിയിട്ടുണ്ടാക്കാൻ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചട്ടിയാണ് കേട്ടോ അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മീനൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ചട്ടിയിൽ വെക്കുന്നതാണ് കുറച്ചുകൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവാം. അപ്പോൾ ചട്ടി ഇപ്പോൾ നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ ഉലുവയൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടി വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ചെറിയുള്ളി ഇട്ട് കൊടുക്കാൻ കേട്ടോ. ഒരു 6-7 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞതൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് ചെറുതായിട്ടൊന്ന് ഒരു ഗോൾഡൻ കളർ ആകുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മളിതിലേക്ക് കുറച്ച് സവാളയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയൊരു സവാളയും കൂടെ ഇട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഫുള്ളായിട്ടും ചെറിയുള്ളിയും വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ചെറിയുള്ളി ഇല്ലയെന്നുണ്ടെങ്കിൽ ഫുള്ള് സവാളയിലും വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ പകുതി അളവിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം ചെറിയുള്ളി ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ സവാള ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ ചെറിയുള്ളി ചെറുതായിട്ടൊന്ന് മൂത്തിട്ട് പിന്നെ സവാള ഇട്ട് കൊടുക്കുമ്പോൾ കറിക്ക് നല്ലൊരു ടേസ്റ്റാണ്. ഇപ്പം നമ്മൾ സവാളയൊക്കെ നന്നായിട്ടൊന്ന് വഴന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഒരു 4-5 പച്ചമുളക്, ഒരു 3-4 വെളുത്തുള്ളി, പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി അത്രയും ചേർത്ത് കൊടുത്ത് കേട്ടോ. പിന്നെ നമ്മൾ എരിവിന് നമ്മൾ ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല, കുരുമുളക് പൊടിയും പച്ചമുളകും മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു പച്ചമുളകിൻ്റെ എരിവ് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ അതുപോലെ ഒരു 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി, നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമാണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. അപ്പോൾ ഇത്രയും കൂടെ ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്നിങ്ങനെ മൂപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. ആ ഒരു സമയത്തേക്ക് നമുക്കിതിലേക്ക് വേറൊരു മെയിനായിട്ടൊരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാനുണ്ട്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് കുരുമുളക് കൂടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കുരുമുളക് ഞാൻ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തുള്ളതാണ്. എന്നിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സിയിൽ അരച്ചിട്ട് ചെറു പേസ്റ്റ് പരുവത്തിലാക്കിയെടുക്കാം. അപ്പോൾ കുരുമുളകല്ലാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടി വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ കുരുമുളക് പൊടിയിൽ വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചിട്ട് പേസ്റ്റ് ആക്കി എടുത്താൽ മതി. അപ്പോൾ നമ്മളത് അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്തേക്ക് നമുക്ക് ഈ ഒരു മസാല നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഞാൻ ആ ഒരു മല്ലിപ്പൊടിയും എല്ലാം കൂടെ വഴറ്റി വന്നപ്പോൾ ഡ്രൈ ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് ആ ഒരു മല്ലിപ്പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് നമ്മളിതിലേക്ക് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു കുരുമുളകിൻ്റെ ഒരു പേസ്റ്റ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു മിക്സിയുടെ ജാറിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ആ ഒരു മൂടിയൊക്കെ ഒന്ന് ചുഴറ്റിയിട്ട് ഒഴിച്ച് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. നമ്മളുടെ ഇതിങ്ങനെ ഒരുപാട് ഗ്രേവി ഉള്ള ടൈപ്പ് കറിയല്ല, കുറച്ചിങ്ങനെ ഒരു വറ്റിച്ചുള്ള ടൈപ്പാണ്. അപ്പോൾ അതിനുള്ള കുറച്ച് വെള്ളം മാത്രം നമ്മൾ ഒഴിച്ച് കൊടുക്കുക. ഇനി ഇത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മളിതിലേക്ക് ഒരു ചെറിയ തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ തക്കാളി നമ്മൾ കുറച്ചുകൂടെ നേരത്തെ ചേർത്ത് കൊടുക്കുന്നതായിട്ടും നല്ലത്. എനിക്കത് മറന്നുപോയതാണ്. നമ്മൾ ആ ഒരു പേസ്റ്റ് ചേർത്തുണ്ടായിരുന്നല്ലോ കുരുമുളകിൻ്റെ, ആ ഒരു സമയത്ത് തന്നെ തക്കാളിയും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ തക്കാളി നല്ല വെന്ത് കുഴഞ്ഞു വരും. അപ്പോൾ ആ സമയത്ത് എനിക്ക് തക്കാളി ചേർക്കാൻ മറന്നുപോയി. അപ്പോൾ നമ്മളിതിലേക്ക് ഇപ്പോൾ തക്കാളിയും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ആ ഒരു ഗ്രേവി ഒന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി. നമ്മൾ ഗ്രേവി ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിലേക്ക് ചെറിയൊരു നാരങ്ങയുടെ വലുപ്പത്തിലുള്ള വാളംപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് പിഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു പുളി ചേർത്ത് കൊടുക്കാം. ഒരുപാട് പുളി ആവണ്ട കേട്ടോ. അപ്പോൾ കുറേ പുളി ആവുന്ന സമയത്ത് ഈ ഒരു കുരുമുളകിൻ്റെ ആ ഒരു ടേസ്റ്റ് ഒന്നും വരില്ല. അപ്പോൾ മീനായതുകൊണ്ട് തന്നെ കുറച്ചൊരു പുളി മാത്രമേ നമ്മൾ ചേർത്ത് കൊടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതും കൂടെ ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. ഇനി നമ്മൾ ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാൻ പോവാണ്. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ആ ഒരു ഗ്രേവി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഉപ്പും അതുപോലെ പുളിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് തിളപ്പിച്ചതിന് ശേഷം നമ്മൾ അതിലേക്ക് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള 3 അയലമീനാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ആ ഒരു മസാലിൻ്റെ ഒരു ടേസ്റ്റും പുളിപ്പൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ചോളും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ ആ ഒരു മസാല ഒന്ന് ആ ഒരു മീനിൻ്റെ മേലേക്കൊന്ന് ഇങ്ങനെ ആക്കി കൊടുത്തിട്ട് ഒന്ന് ആ ഒരു നല്ലോടത്തുനിന്ന് ഇങ്ങനെ പെരണ്ട് കിടക്കുന്ന രീതിയിലാക്കി വെക്കുകയാണ് കേട്ടോ. ഇങ്ങനെ നമ്മൾ കുറച്ച് സമയം ആ ഒരു മീനൊന്ന് കുക്കാവുന്ന വരെ വെക്കുകയാണ്. അപ്പോൾ നമ്മൾ വെള്ളം വളരെ കുറവാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ആ ഒരു ചട്ടി ഒന്നിങ്ങനെ ചുറ്റിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഒരുപാട് ഇങ്ങനെ കയ്യിലിട്ട് ഇളക്കണ്ട, അപ്പോൾ മീനങ്ങ് മുറിഞ്ഞു പോവും. ഇപ്പോൾ നമ്മൾ ആ ഒരു കുരുമുളകൊക്കെ നന്നായിട്ടൊന്ന് കുക്കായിട്ടുണ്ട്. പിന്നെ അതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ആ ഒരു പെപ്പറിൻ്റെ ആ ഒരു മണമൊക്കെ ആയിട്ട് നല്ലൊരു മണമുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ അയലയൊക്കെ ഉണ്ടാക്കുന്നതിന് വ്യത്യസ്തമായിട്ട് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. അപ്പോൾ നമുക്കിതുപോലെ ഏത് മീൻ വെച്ചിട്ടും ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ചപ്പാത്തിക്കും ചോറിനൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ പുളി ചേർക്കുന്ന സമയത്ത് കുറച്ച് മാത്രം തന്നെ പുളി ചേർക്കുക. അത് നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ.
അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വളരെ ടേസ്റ്റി ആയിട്ടും ഈസി ആയിട്ടുള്ള കുരുമുളക് ഇട്ട് വരട്ടിയ അയലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അതിൻ്റെ ഒരു ഫ്ലഷൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് ആ ഒരു പുളിപ്പും എരിവൊക്കെ ആയിട്ട് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇനി അയല വാങ്ങുന്ന സമയത്ത് സാധാരണ ഉണ്ടാക്കുന്നതിന് വ്യത്യസ്തമായിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അതുപോലെ ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ.